എന്താണ് ഈ GST? സാധാരണ ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BCom പിള്ളേർക്കെങ്കിലും ലാപ്ടോപ്പ് എന്ത് ചെയ്യണം, നിർബന്ധമാക്കണം. കാരണം ഇപ്പം എല്ലാം AI കാലമാണ്. നമ്മൾ എന്തൊക്കെയോ കുറേ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ പഠിക്കേണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പല കാര്യങ്ങളും പഠിച്ചിട്ടില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം, 5 ദിവസത്തെ ഭക്ഷണവും ഫ്രീ ആണ്, താമസവും ഫ്രീ ആണ്. നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ 5 ദിവസം പോയി റിലാക്സ് ചെയ്യുന്നതിന്? കുട്ടികൾക്ക് എപ്പോഴും കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ സ്ഥലത്ത് ചെന്നതായിട്ടുള്ളൊരു ഫീൽ അവർക്ക് എന്ത് ചെയ്യില്ല, വരില്ല. അവരെന്താണോ അവിടെ ചെയ്യേണ്ടത് അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു, അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിൽ GST വളരെ കൂടുതലല്ലേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുക. അപ്പം ഫോറിൻ കറൻസി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വാങ്ങുന്നത്. ഞങ്ങളൊക്കെ ടാലിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടാലിയിൽ നിന്നുള്ള ഏത് അഡ്വാൻസ്ഡ് വേർഷൻ വന്നാലും ഫസ്റ്റ് ടൈം ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടും. ടാലി ഡയറക്റ്റാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആളെന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ആൾ പറയുകയാണ്, ഇപ്പോൾ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, തീരുമാനമായിട്ടില്ല, ഞാനും അതിനെക്കുറിച്ച് എന്ത് ചെയ്യണുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ 10 മണിക്ക് കോളേജിൽ പോകേണ്ട ഒരു വിദ്യാർത്ഥി അവൻ 9:30 കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുന്നവനാണ് എങ്കിൽ ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബിസിനസ് തുടങ്ങരുത്. നമസ്കാരം. 17 വർഷമായി GST പരിശീലകനായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ആൻ്റണി ജോസഫാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം സർ. താങ്ക് യു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം സർ? സുഖമായിട്ടിരിക്കുന്നു, നന്നായി പോകുന്ന കാര്യങ്ങൾ. എന്താണ് ഈ GST? സാധാരണ ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വാസ്തവത്തിൽ GST എന്ന് പറയുന്നതിൻ്റെ ടാക്സ് അടയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ് നമ്മൾ അടയ്ക്കുന്ന GST. ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഫണ്ട് ആവശ്യമാണ്. പബ്ലിക് വർക്ക്, ഡെവലപ്മെൻറ്റ് വർക്കുകളെല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് വേറെ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ നാച്ചുറൽ റിസോഴ്സസിൽ നിന്നൊന്നും അങ്ങനെ അധികം വരുമാനമില്ല. അപ്പോൾ പിന്നെ ജനങ്ങളിൽ നിന്ന് തന്നെ നികുതി പിരിച്ചെടുക്കാനേ നിവൃത്തിയുള്ളൂ. 2 വിധത്തിലുള്ള ടാക്സാണ് നമുക്കുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും പിന്നെ ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിലാണ് GST വരിക. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എമൗണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു. അത് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം GST രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പോൾ അവരത് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അവരത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അരി വാങ്ങിക്കുമ്പോൾ നമ്മൾ 100 രൂപയ്ക്കാണ് അരി വാങ്ങുന്നതെങ്കിൽ 5 രൂപ, 105 രൂപ നമ്മൾ കടക്കാരനെ ഏൽപ്പിക്കുന്നു. 100 രൂപ അയാൾ എടുക്കുന്നു, 5 രൂപ ഗവൺമെൻറ്റിലേക്ക് അയാൾ അടയ്ക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് GST. സേവനങ്ങളുടെ മുകളിലും ഗുഡ്സിൻ്റെ മുകളിലും എൻഡ് യൂസറാണ് ടാക്സ് എന്ത് ചെയ്യേണ്ടത്, അടയ്ക്കേണ്ടത്. എങ്ങനെയാണ് സാർ ഈ GST പരിശീലകനായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തായിരുന്നു ആ കഥ? അതിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് 2007 അപ്പോൾ 2007 ഞാൻ എൻ്റെ MCom പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കൂടിയിട്ട് ആദ്യമായിട്ട് ജോലി അന്വേഷിച്ച് പോകുന്നത് തന്നെ ബാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് റെഡിയാകും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ജോലി ആക്കിത്തരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പം നമ്മളിവിടുന്ന് പോകുമ്പം MComന് നമുക്കൊരു 71% മാർക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നാടോടിക്കാറ്റിൽ മോഹൻലാൽ പറയുന്ന പോലെ ഞങ്ങൾ പറയാം MCom ഫസ്റ്റ് ക്ലാസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണല്ലോ, അപ്പോൾ നമുക്കൊരു ജോലി കിട്ടാൻ എളുപ്പമാണ്. നമ്മൾ ചെല്ലുന്നു, കോളിംഗ് ബെല്ല് അമർത്തുന്നു, ഉടനെ ഒരാൾ വന്ന് നമ്മളോട് എന്താ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ആവശ്യം പറയുന്നു, ഞങ്ങൾ MCom കഴിഞ്ഞാണ്, ഞങ്ങൾക്ക് ജോലി വേണം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ജോലി കിട്ടും. ഒരു 30,000 രൂപ സാലറി എന്ത് ചെയ്യണം, കിട്ടും. കറങ്ങുന്ന കസേര, സഞ്ചരിക്കാൻ AC കാറ്, ഇതൊക്കെ ഉണ്ടായെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളൊരു 15ഓളം കമ്പനിയിൽ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പോൾ നമുക്ക് പറയണമെന്നുണ്ട് ജോലി കിട്ടാണ്ട് എങ്ങനെ എക്സ്പീരിയൻസ് ആവുക. അപ്പം നിങ്ങളെന്തെങ്കിലും ഒരു പണി തരുമോ, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാം, അത് ചെയ്ത് കാണിക്കാം എന്ന്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പലരും നെക്സ്റ്റ് ടൈം നോക്കാം, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മളോട് ജനറലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ടാലി അറിയാവോ. അപ്പോൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി. അപ്പോൾ നമ്മളന്ന് ടാലി പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പറയും, നമ്മൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയിട്ടാണ് പറഞ്ഞത് ടാലി അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം പല കമ്പനിയിലും ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളൊരു സിസ്റ്റത്തിന് മുമ്പിലിരുത്തിയിട്ട്
ഒരു പർച്ചേസ് ബില്ലും ഒരു സെയിൽസ് ബില്ലും എൻ്റർ ചെയ്ത് കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പഠിച്ചതൊന്നുമല്ല ഈ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതല്ല. എംകോം നമ്മൾ പഠിക്കുന്നത് പോലെയല്ല ജോലി ചെയ്യുന്നത് രണ്ടാണ് എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുവരെ നമ്മൾ അക്കൗണ്ടൻസിയാണ് പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് വർക്കുകളാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലുമാണ്. അപ്പോൾ ഞങ്ങളത് വൻ പരാജയമായിപ്പോയി. AC റൂമിലിരുന്ന് വെയർത്തിട്ടൊക്കെയാണെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. അവസാനം ഞങ്ങൾക്ക് നിരാശയായി. ഈ എംകോം വരെ പഠിച്ചത് എന്തിനാണ്, ഒരു ജോലി പോലും സ്റ്റാർട്ടിങ് പോലും ഞങ്ങൾക്ക് ഒരിടത്ത് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഹുസൂർ വരേണ്ടി വന്നു. ബാംഗ്ലൂർ വിട്ടു. ഹുസൂറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കമ്പനിയിൽ അവരൊരു ഓപ്പർച്യൂണിറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാലറി എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും തന്നാൽ മതി എന്നുള്ള സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന സാലറി 3000 റുപ്പീസാണ് 2007. അപ്പോൾ ആ 3000 റുപ്പീസെങ്കിൽ അതെങ്കിൽ അത്, കാരണം അവിടെ പഞ്ഞം കിടക്കണമെങ്കിലും ആ പൈസ വേണം എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ് എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകൾ പോലും ഞങ്ങളെ കഴിഞ്ഞ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ വേറെ ഏതോ ഒരു ലോകത്ത് ചെയ്യുന്നത് പോലെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ. അവിടെ കുറേ പർച്ചേസ് നടക്കുന്നുണ്ട്, കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, കുറേ പൈസ വരുന്നുണ്ട്. അവർ പറയുന്ന ടേംസൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത്, അവർ ഞങ്ങളെ കളിയാക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഭൂമി വളർന്ന് താഴേക്ക് പോയായിരുന്നെങ്കിൽ എന്തിനാ ഇത്രയും പഠിച്ചേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തൊക്കെയോ കുറേ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ പഠിക്കേണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പല കാര്യങ്ങളും പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ചോദ്യം വന്നത് ഇതാണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്? ഏകദേശം ഒരു 17 വർഷത്തോളം നമ്മൾ എന്ത് ചെയ്യും, പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് നമുക്കൊന്നും ആവാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതെങ്ങനെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഉള്ളിൽ തോന്നിയൊരു ആശയമാണ്, എന്നെങ്കിലും ഒരിക്കൽ അവസരം കിട്ടിയാൽ കുട്ടികൾക്ക് ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം എന്നുള്ളൊരാശയം അന്ന് മനസ്സിൽ കയറിയതാണ്. അങ്ങനെ 2018 ഞങ്ങളൊരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. GST വന്ന് ഒരു വർഷവും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊരു പ്രാക്ടിക്കലി ഇതെങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ട്രെയിനിങ്ങാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ 2018 ഞാൻ ഈ ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടും ഞാൻ പിന്നെയും ബിൽഡിങ് വെറുതെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ 2018 ഞാൻ അസാപ്പിൻ്റെ ട്രെയിനറായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അന്ന് ഞാനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിഡ്നി സ്റ്റോണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിനക്ക് ഇന്നലെ പഠിപ്പിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അസാപ്പ് എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ഗവൺമെൻറ് പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ പോടുന്ന, എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് പറ്റും, എനിക്ക് പറ്റുന്നുണ്ട്, അപ്പം നിനക്ക് പറ്റും എന്തായാലും, അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ അന്ന് വീഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ശരീരം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ അന്ന് അവൻ എന്നോട് പറഞ്ഞു, 5 സ്റ്റാർ ഹോട്ടലിൽ താമസം, 5 ദിവസത്തെ ഭക്ഷണവും ഫ്രീ ആണ്, താമസവും ഫ്രീ ആണ്, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ 5 ദിവസം പോയി റിലാക്സ് ചെയ്യുന്നതിന്? അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ എൻ്റെ വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ആ സമയത്ത് എനിക്ക് നോൺ വെജിന് വിലക്കാം. അപ്പോൾ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ 5 ദിവസം ഭക്ഷണം കഴിക്കാം, എന്നാൽ പിന്നെ പോയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് ഞാൻ ട്രെയിനിങ്ങിന് വന്ന് ഞാനിങ്ങനെ ആദ്യ ദിവസം ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. GST പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. GST ആണ് എന്നോട് എടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ GST പഠിക്കാൻ പറ്റും, നിനക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പ്ലോഷർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചുറ്റുംപുറമൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആരോട് ചോദിച്ചാലും എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പം എൻ്റെ അടുത്തിരിക്കുന്നതൊക്കെ ഡോക്ടറേറ്റുള്ള ആളുകളാണ്, B.Ed കഴിഞ്ഞവർ, M.Ed കഴിഞ്ഞവരൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് ഇച്ചിരി എഡ്യൂക്കേഷൻ കുറഞ്ഞ ഒരാളെന്ന് പറയാനായിട്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ GSTയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാൻ ഒരു അവസരം വന്നു. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് എനിക്കൊന്ന് വർക്ക് ചെയ്യണം, എനിക്കൊന്ന് ജോലി ചെയ്യണമെങ്കിൽ GSTയുടെ ചില കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സംശയം ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആളെന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ആൾ പറയുകയാണ് ഇപ്പോൾ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, തീരുമാനമായിട്ടില്ല, ഞാനും അതിനെക്കുറിച്ച് എന്ത് ചെയ്യണുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ടീച്ചേഴ്സും വന്ന് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം അവിടെ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ അതുപോലും അവർ വളരെ എന്താ പറയുക, വളരെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിനോട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 2018 മുതൽ സിലബസ് BCom സിലബസിൽ GST ഒരു സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട്, BComനും MComനും. അവരൊക്കെ ഇൻകം ടാക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് GST എടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് വന്നപ്പോൾ അവരങ്ങനെ പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അവരെന്നോട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതെല്ലാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരും എന്നോട് പറഞ്ഞു, സാർ എന്തായാലും പഠിപ്പിക്കാൻ പോകണം, സാർ പഠിപ്പിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾക്കും അതൊരു പ്രയോജനമാണ്, എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ സാറിനെ വിളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അടിമാലി മൂന്നാർ ഭാഗത്തുള്ള ഒരു 40ഓളം കുട്ടികളെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും എനിക്ക് 100% അറ്റൻഡൻസ് ആയിരുന്നു. വേറൊരു ക്ലാസ്സിലും അത്ര അറ്റൻഡൻസ് ഇല്ല. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ടീച്ചിങ് നമുക്ക് വഴങ്ങും എന്ന് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ അറിയില്ല. അപ്പോൾ അധികം നമ്മുടെ കൂടെയുള്ള കുട്ടികളെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ഒരു CFMലാണ് വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുട്ടികളെ നമ്മൾ വർക്ക് ചെയ്ത് എപ്പോഴും എന്ത് ചെയ്യും, അവർക്ക് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നുള്ളൊരു ശീലമുള്ളൂ. പക്ഷേ ഞാൻ അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഞാൻ അങ്ങനെ ഒരു വലിയ ടീച്ചറൊന്നും അല്ല. പക്ഷേ എന്താണോ വേണ്ടത് അത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചിങ് മെത്തേഡൊക്കെ ഒന്ന് അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു നവീൻ കുമാർ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് ഞങ്ങളെ പഠിപ്പിച്ച്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ബോറടിക്കാതെ കുട്ടികളെ എങ്ങനെ ക്ലാസ് എടുക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നത്, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അദ്ദേഹവും ഒരു കാരണമാണ് ഞാൻ ഈ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഞങ്ങളിങ്ങനെ ഡെമോ ക്ലാസ് എടുപ്പിക്കും. അപ്പോൾ ഡെമോ ക്ലാസ് എടുപ്പിക്കുന്ന സമയത്ത് GSTയെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ അന്നാണ് സാറ് പറഞ്ഞത്, താങ്കൾക്ക് എന്തായാലും ഇതിനുള്ള സ്കില്ലുണ്ട്, അപ്പോൾ ധൈര്യമായിട്ടത് മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് പേടി. കാരണം നമ്മളൊരു 10 വർഷമായിട്ട് നമ്മൾ സിസ്റ്റവും പൈസയും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ആരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഇനിയിപ്പോൾ അതാ വന്നാൽ തന്നെ നമ്മൾ ഒരു അക്കൗണ്ടൻറ്റിനോട് ഇതെന്താണ് എങ്ങനെയാണ് എന്ന് ചോദിക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പക്ഷേ അന്ന് ആ കുട്ടികളെല്ലാം നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് വീണ്ടും 1 മാസം കൂടെ അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അവർ പലരും ജോലിക്ക് പോയി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എഫക്റ്റീവാണ്, കുട്ടികൾക്കത് പ്രയോജനം ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും അതെന്ത് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട്, പിന്നെ എൻ്റെ ഭയമൊക്കെ മാറി. അങ്ങനെയാണ് ടീച്ചിങ്ങിലേക്കും കൂടെ കടന്നത്. ആൻ്റണി എന്ന അധ്യാപകനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനുമുമ്പ് ഈ വ്യവസായ മേഖലയിൽ GSTക്ക് മുൻപും ശേഷവും ഉള്ള ഒരു വ്യത്യാസം അതെന്തായിരുന്നു? GST എന്ന് പറയുന്നത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒട്ടാകെ ഇനി ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ ഒരൊറ്റ നിയമമുള്ളൂ. അതിക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിന് അതാത് സംസ്ഥാനത്തെ ചരക്ക് സേവന നികുതികൾ ടാക്സ് റേറ്റ് നിശ്ചയിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കേരള ഗവൺമെൻറ്റിന് തീരുമാനിക്കാം കേരളത്തിൽ വിൽക്കുന്ന പേനയ്ക്ക് എത്ര രൂപയാണ് ടാക്സ് മേടിക്കേണ്ടത്. ഇനി അത് തമിഴ്നാട് എന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് സർക്കാരാണ് ആ പെർസെൻറ്റേജ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പോൾ പല പ്രോഡക്റ്റിന് പല ടാക്സ് റേറ്റുകളായിരുന്നു. പിന്നെ നമ്മൾ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ചു കൊണ്ട് വന്നെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ഭയങ്കര പ്രൊസീജിയറായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയൊരു കടമ്പയായിരുന്നു. ഡൽഹിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ വാളയാർ വരെ എത്തും. പക്ഷേ വാളയാർ ക്ലിയറൻസിന് വേണ്ടിയിട്ടൊരു 3 ദിവസമൊക്കെ കിടന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ ബൗണ്ടറി ഇല്ലാതെ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നീട് GST വന്നതുകൊണ്ട് ആക്ച്വലി നമുക്ക് പ്രോഡക്റ്റിൻ്റെ വില എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വൺ നേഷൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഒരാൾക്ക് ഡൽഹിയിൽ പോയിട്ടൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലും സെയിം ടാക്സ് റേറ്റാണ്, സെയിം പ്രൊസീജിയറാണ്. ഇപ്പം ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടൻറ്റിന് ഇനിയിപ്പം തമിഴ്നാട് ചെന്നാലും അവിടെയും കേരളത്തിലെ പോലെ തന്നെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ടാക്സ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, പഠിക്കണമായിരുന്നു. പിന്നെ നികുതിക്ക് മുകളിൽ നമ്മളൊരു നികുതി കൊടുത്തുകൊണ്ടിരുന്നു GSTക്ക് മുമ്പ്. ആ നികുതിക്ക് മുകളിലുള്ള നികുതി GST വന്നു കഴിഞ്ഞപ്പോൾ അത് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രോഡക്റ്റിന് വില കുറയാനായിട്ട് എന്ത് ചെയ്ത് സാധിച്ചത്. പിന്നീട് ബേസിക് കോൺസെപ്റ്റ് ഇപ്പോഴും വാല്യൂ അഡീഷൻ തന്നെയാണ് GSTയിൽ ബേസിക് കോൺസെപ്റ്റ്.
അപ്പം വാറ്റിൽ നിന്ന് GSTയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ബിസിനസ്സുകാരെ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ രജിസ്ട്രേഷൻ എടുത്താൽ മതി. മറ്റേത് നമ്മൾ സെയിൽ ടാക്സിൽ രജിസ്ട്രേഷൻ, സർവീസ് ടാക്സിൽ വേറെ രജിസ്ട്രേഷൻ, സെൻട്രൽ എക്സൈസിൽ വേറെ രജിസ്ട്രേഷൻ, ഇനി ഇൻട്രസ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ CST നമ്പറിന് അങ്ങോട്ട് വേറൊരു രജിസ്ട്രേഷൻ, അങ്ങനെ നമ്മൾ ഒരുപാട് ഓഫീസുകളിൽ നിന്ന് രജിസ്ട്രേഷൻ എടുക്കണമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും രജിസ്ട്രേഷൻ കിട്ടാനുള്ള കാലതാമസവും എല്ലാം മാറി ഇപ്പം നമുക്ക് സ്മൂത്തായിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. ഇനി കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ക്ലയൻസ് പർച്ചേസ് ബില്ല് ഇവർ കൊണ്ടേ തന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. GST വന്നതിന് ശേഷം നമുക്കെല്ലാം വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു പർച്ചേസ് ബില്ല് ഒരാൾക്ക് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടെന്ന് ക്ലയൻറ്റ് പറഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് അവരുടെ കയ്യിൽ നിന്ന് ഈ ബില്ല് പോയി കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് അറിയേയില്ല. അവർക്ക് പിന്നീട് ഭയങ്കര പെനാൽറ്റികളും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് GSTയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നമുക്ക് ചില പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അത് കാലക്രമേണ അത് മാറി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ റീസെൻ്റായിട്ടും പല പ്രൊഡക്റ്റിൻ്റെയും ടാക്സ് റേറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്നിട്ടാണെങ്കിൽ ടാക്സ് ഇവേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇ-വേ ബില്ല്, ഇൻവോയ്സ് ഒക്കെ വന്നതിന് ശേഷം ഗവൺമെൻറ്റിന് ടാക്സ് കളക്ഷൻ കൂടുതൽ കിട്ടാൻ തുടങ്ങി. ബിസിനസ്സുകാർക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരാൾ രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അയാളുടെ പ്രോഡക്റ്റിന് ഓട്ടോമാറ്റിക്കലി ടാക്സും കൂടെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് വില കൂടുതലായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യുന്നവരായിരിക്കും എപ്പോഴും അവരോട് കോമ്പീറ്റ് ചെയ്യുന്നത്. കാരണം ഈ ടാക്സിലുള്ള ഡിഫറൻസ് എപ്പോഴും അവർക്കൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഇ-വേ ബില്ലും ഇൻവോയ്സും ഒക്കെ വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടും. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാത്തവരെയും കൂടെ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു റേറ്റിലേക്ക് എന്ത് ചെയ്യും, കയറി വരും. അപ്പം ബിസിനസ്സുകാർ ബോധപൂർവ്വം ഒന്നുമല്ല ടാക്സ് നികുതി വെട്ടിക്കുന്നത്. പലപ്പോഴും ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെയാണ് ഇത് ഏറ്റവും പ്രശ്നം. 18% അവിടെ GST വരുന്നത്. അപ്പം നമ്മളൊരു കോൺട്രാക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള ആളാണെങ്കിൽ 1 കോടി രൂപയുടെ വർക്ക് 1,18,00,000 അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അത് 1 കോടിക്ക് ചെയ്യാം. ഇവിടെ 2 പേർക്കും കിട്ടുന്ന പ്രോഫിറ്റ് സെയിം ആണ്. പക്ഷേ റേറ്റ് വൈസ് നോക്കുമ്പോൾ ക്ലയൻറ്റ് എപ്പോഴും നോക്കുമ്പോൾ അവർ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ 18 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ എല്ലാവരെയും ഈ രജിസ്ട്രേഷൻ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് GST വന്നതിന് ശേഷം കുറേ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറേയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിൽ GST വളരെ കൂടുതലല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? നമുക്ക് GST റേറ്റ് നമുക്ക് കൂടുതലാണ് എന്ന് നമ്മളിപ്പോൾ കനേഡിയൻ മോഡൽ GST ആണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ 7% ഉള്ളൂ. ഇപ്പോൾ ദുബായ് വാറ്റാണെങ്കിൽ 5% ആണ്. സൗദി അറേബ്യയിലാണെങ്കിൽ 15% ഇന്ത്യയിൽ അത് വരുമ്പോൾ 18 മുതൽ 5 സ്റ്റാർട്ട് ചെയ്ത് 5 അല്ല 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പല സ്ലാബുകളിലാണ്. ആവറേജ് എടുക്കുമ്പോൾ അവിടുത്തെ അത്രയൊക്കെ റേറ്റേ നമുക്കിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. നമ്മൾ പ്രോഡക്റ്റ് വൈസ് ആണ്. ഇപ്പം നമ്മൾ ലക്ഷറി ഗുഡ്സിന് മാത്രമാണ് 28% വരുന്നുള്ളൂ. അപ്പോൾ പണ്ട് നമുക്ക് ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ടുബാക്കോ പ്രോഡക്റ്റിന് നമുക്ക് ടാക്സ് റേറ്റ് കൂടുതലാണ്. ഹൗസ് ഹോൾഡ് ഐറ്റം എല്ലാം 5%. ഫുഡ് ഐറ്റംസ് എല്ലാം 5%. പിന്നെ 12 എന്നുള്ളത് ഇപ്പം നമുക്ക് 2-3 പ്രൊഡക്റ്റിനേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം 5-ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ആവറേജ് ടാക്സ് റേറ്റ് നോക്കുമ്പോൾ നമുക്കത് കുറവാണ് നമുക്ക് വരുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 5% കൂടുതലും. ഇപ്പം അറ്റ് പ്രസൻറ്റ് അവർ കൊടുക്കുന്ന ടാക്സ് 5% ആയിരിക്കും. പിന്നെ വരുന്നത് 18 സർവീസിനെ സംബന്ധിച്ചിടത്തോളം 18% എന്ന് പറയുമ്പോൾ 3% പണ്ടത്തെ സർവീസ് ടാക്സിനെ കഴിഞ്ഞ് കൂടുതലാണ്. പിന്നെ ഗവൺമെൻറ് എന്തുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്. അതായത് GSTക്ക് മുമ്പുണ്ടായിരുന്ന വരുമാനം ഗവൺമെൻറ്റിന് കിട്ടണമെങ്കിൽ 18% എല്ലാത്തിനും ടാക്സ് റേറ്റ് എന്ത് ചെയ്യണമായിരുന്നു, വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പഴയ ടാക്സ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കിപ്പോൾ പല ടാക്സ് റേറ്റ് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ചില പ്രോഡക്റ്റിനത് അഡ്വാൻറ്റേജ് ഉണ്ട്. സർവീസ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് മേഖല, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് സർവീസുകൾ, അവിടെയൊക്കെ 3% ടാക്സ് പഴയതിനെ കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പം കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്റ്റിന് അന്നേരം ടാക്സ് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒന്നിൽ കുറഞ്ഞു, ഒന്നിൽ കൂടി, ഇതിനെല്ലാം കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട്, ഇപ്പോൾ ദുബായിൽ നിന്ന്
നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റം വാങ്ങുക അല്ലെങ്കിൽ വാഹനം വാങ്ങുക GST വളരെ കുറവാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു ഇത്? അത് നമുക്ക് ദുബായിൽ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടാക്സും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഓയിലാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അവർക്ക് ഓയിലെല്ലാം അവർ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ഫോറിൻ കറൻസിയാണ് ഇൻഫ്ലോ ആണ് കൂടുതൽ വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുക. അപ്പം ഫോറിൻ കറൻസി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് അവിടെ ഗവൺമെൻറ്റിന് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് കൊണ്ടാണ് അവർ ഇൻഡയറക്റ്റ് ടാക്സേഷൻ ഇല്ലാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കത് മനസ്സിലായി, ഇൻഡയറക്റ്റ് ടാക്സേഷനും കൂടെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കും ഗവൺമെൻറ്റിന് വരുമാനം ഈസി ആയിട്ട് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം സൗദിയിലൊക്കെ തുടങ്ങിയപ്പോൾ 5 ഇപ്പോൾ ഒരു 15% കൊണ്ടുവന്നു എല്ലാ പ്രോഡക്റ്റിനും. ദുബായിലൊക്കെയാണ് ഇപ്പോഴും 5% തന്നെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കാറുകൾക്ക് തീർച്ചയായിട്ടും വില കുറവാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ കമ്പനികളെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു IGST ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു IGST എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ കളക്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉള്ള മാനുഫാക്ചേഴ്സിന് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ ആഭ്യന്തര പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേറെ വരുമാനമൊന്നും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജനങ്ങളിൽ നിന്ന് തന്നെ നികുതി പിരിച്ചെടുത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ 18% എന്ത് ചെയ്യുന്നത്, ടാക്സ് റേറ്റ് നമുക്ക് വരുന്നത്. അവിടെ 5% ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പം പലരും ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടുന്ന് പൈസ കൊടുത്തിട്ട് ഐഫോൺ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. കാരണം അത് ആ ഗവൺമെൻറ്റിന് എന്താ പറയുക, ആവശ്യത്തിനുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം അവരുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. ഏതൊരു രാജ്യവും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ഇന്ത്യയിൽ നമുക്ക് ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ ഇത്രയും ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാക്സ് കളക്ഷനിൽ വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു സ്മൂത്തായിട്ട് സർക്കാരിന് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പലരും സാറിനെ കോൺടാക്ട് ചെയ്യുന്നത് GST റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എന്താണ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലരെ അറിവില്ലായ്മ കൊണ്ടും നമ്മളെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗുഡ്സാണ് വിൽക്കുന്നതെങ്കിൽ ഒരു വർഷത്തെ നിങ്ങളുടെ അഗ്രിഗേറ്റ് ആണ് ഒരു 40 ലക്ഷം വരെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, രജിസ്ട്രേഷൻ എടുക്കേണ്ട. സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷം വരെ നിങ്ങൾക്ക് ഒരു വർഷം രജിസ്ട്രേഷൻ ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട കേസസ് ഉണ്ട്. ടേൺ ഓവർ നോക്കാണ്ട് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്താലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി, ആമസോൺ വഴി, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമ്മൾ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ ആ സമയത്തൊന്നും നമ്മുടെ ടേൺ ഓവർ നോക്കാണ്ട് നമ്മൾ രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം, എടുക്കണം. പിന്നെ RCM ഗുഡ്സാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കണം. ഇനി NRI ആണെങ്കിൽ, NRI ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമ്മൾ രജിസ്ട്രേഷൻ, ടേൺ ഓവർ ബാധകമല്ല, നമ്മൾ രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എടുക്കണം. പക്ഷെ പലർക്കും അറിയില്ല ഈ 40 ലക്ഷം വരെ രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലരും നമ്മളെ വിളിച്ചിട്ട് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരോട് നമുക്ക് പറയാനുള്ളത് 40 ലക്ഷം വരെ നിങ്ങൾ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ആര് നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങളുടെ ടേൺ ഓവർ ഇതാണ് എന്നുള്ളൊരു കണക്ക് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ കണ്ണിൽ ഞാനൊരു ബിസിനസ്സുകാരനാവുന്നത് ഞാൻ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴാണ്. മറ്റത് നമ്മൾ സൊസൈറ്റിയിൽ ബിസിനസ്സാണെന്ന് ആളുകൾ പറയുമെങ്കിലും ഒരു ബാങ്ക്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു ബിസിനസ്സുകാരനായിട്ട് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, രജിസ്ട്രേഷൻ വേണം. രജിസ്ട്രേഷൻ എടുത്താൽ നമുക്ക് ഈ തുടക്കത്തിൽ മെഷീനറിയൊക്കെ വാങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് തുടക്കത്തിൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം ടാക്സ് ഉള്ള പ്രോഡക്റ്റുകളാണ് അവരത് വാങ്ങുന്നതെങ്കിൽ അതൊക്കെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ബാങ്ക് ലോൺ എടുക്കണം. അപ്പോൾ ആ സമയത്തും നമ്മൾ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറെ സഹായിക്കും. നമുക്ക് ഒരു സഹായമാണ്. നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവുകയാണല്ലോ അവിടെ.
അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ സീരിയസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്കും കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ഒരു വർഷം ഒന്ന് ബിസിനസ് ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ള അപ്പോഴത്തേക്കും നമുക്കൊരു തീരുമാനം. ഇത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആളുകളെല്ലാവരും രജിസ്ട്രേഷൻ എടുത്തിടും, എന്നിട്ട് 2-3 മാസം കഴിയുമ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു ബിസിനസ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഈ രജിസ്ട്രേഷൻ എടുത്താൽ അത് ക്യാൻസൽ ചെയ്താലേ ഇതെന്ത് ചെയ്യുള്ളൂ, ഇത് ക്യാൻസൽ ചെയ്തിരിക്കണം നമ്മൾ നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പെനാൽറ്റി വരും, ഫൈൻ വരും, ദെൻ അത് പിന്നീട് അത് ലാസ്റ്റ് അത് RRലേക്കൊക്കെ എന്ത് ചെയ്യും പോവും. അപ്പോൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഇനീഷ്യലി ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ GSTയിൽ ബിസിനസ്സുകാരന് ഒരു പൈസ പോലും പോക്കറ്റിൽ നിന്ന് എടുത്ത് ടാക്സ് അടയ്ക്കണ്ട. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ആകും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റും, എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് ബിസിനസ്സുകാരൻ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ മൈക്രോഫോൺ വിൽക്കുന്ന ആളാണ്, ഞാനിത് വിൽക്കുന്ന കൂട്ടത്തിൽ ഇതിന് ഞാൻ 50,000 രൂപ വിലയിട്ടിട്ട് വിൽക്കുന്നു, നോ പ്രോബ്ലം, 50,000 എനിക്കുള്ളതാണ്. ഇതിൻ്റെ ഒരു 18% ടാക്സ് വരും, ഒരു 9,000 രൂപ. ആ 9,000 രൂപ ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങുന്നത്. അപ്പോൾ 59,000 രൂപയാണ് ഞാൻ വാങ്ങുന്നത്. ഈ 9,000 രൂപയാണ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അതേസമയം ഇത് ഞാൻ 25,000 രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് വിചാരിക്കുക. വാങ്ങുന്ന സമയത്ത് ഞാനൊരു ടാക്സ് അടയ്ക്കുന്നുണ്ടാവും, ആ ഒരു 4,500 രൂപ അടച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ 4,500 അടച്ചു, വിറ്റപ്പോൾ 9,000 കളക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഒരു 4,500 അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള 4,500 ഞാൻ എന്ത് ചെയ്താൽ മതി, അടച്ചാലും മതി. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആളുകൾക്കൊരു കൺഫ്യൂഷനുള്ള ഏരിയ ആണ്. ഔട്ട്പുട്ട് ടാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഡൗട്ടുണ്ട്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ചോദ്യം വരും ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് 3 വിധത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ പറയുമ്പം നമ്മൾ പറയാറുണ്ട് ഇൻപുട്ട് ഗുഡ്സ് അഥവാ റോ മെറ്റീരിയൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനെ ഇൻപുട്ട് ഗുഡ്സ് അഥവാ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. ആ സമയത്ത് നമ്മളൊരു ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. ആര് വാങ്ങിച്ചാലും ടാക്സ് എന്ത് ചെയ്യണം, അടയ്ക്കണം. നമ്മളത് വിൽക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നീട് ഒരാളോട് എന്ത് ചെയ്യാം, വാങ്ങിക്കുക എന്ന് വെച്ചാൽ ഈ ലയബിലിറ്റി എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുക വേറൊരാളിലേക്ക്. ദെൻ പിന്നെ നമ്മൾ മെഷീനറി വാങ്ങിക്കും. അപ്പോൾ മെഷീനറി വാങ്ങിക്കുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് പറയുക. ദെൻ ഇനി വരുന്നത് ഇൻപുട്ട് സർവീസാണ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സർവീസസിൻ്റെ മുകളിലും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? പുട്ട്. ഓക്കെ, പുട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പം പുട്ടുണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽ വേണം? അരിപ്പൊടി വേണം, വെള്ളം വേണം, പുട്ടുകുറ്റി വേണം, ഉപ്പ് വേണം, പിന്നെ വേണം സാധനങ്ങൾ, തേങ്ങ വേണം, പിന്നെ ഗ്യാസ് വേണം, സ്റ്റൗ വേണം, കുഴയ്ക്കാൻ പാത്രങ്ങൾ വേണം, ഇതുണ്ടാക്കാൻ ഒരാളും വേണം. അപ്പം നമുക്കിപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റായി. ഇതിനെ ഇനി 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ? റോ മെറ്റീരിയൽ അഥവാ ഇൻപുട്ട് ഗുഡ്സ്. പുട്ടുണ്ടാക്കുമ്പോൾ തീർന്നു പോകുന്നതെല്ലാം എന്താണ്? റോ മെറ്റീരിയലാണ്. അപ്പോൾ ഏതൊക്കെ വരും റോ മെറ്റീരിയൽ? ഏതൊക്കെ വരും ഇപ്പോൾ പറഞ്ഞതിനകത്ത്? അരിപ്പൊടി, വെള്ളം, തേങ്ങ, ഇതെല്ലാം എന്താണ്? റോ മെറ്റീരിയലാണ്. ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻപുട്ട് ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട് ഗുഡ്സ് എന്ന് പറയും. ദെൻ ഇനി അതിനകത്ത് മെഷീനറി എന്ന് പറയും. മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. മോർ ദാൻ 1 ഇയർ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയായിരിക്കും നമ്മുടെ മെഷീനറി? സ്റ്റൗ വരും, പിന്നെ പുട്ടുകുറ്റി വരും, പാത്രങ്ങൾ വരും. ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സാണ്. ഇത് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവും? ടാക്സ് കൊടുക്കുന്നുണ്ടാവും. ദെൻ ഇനി അവിടെ ഒരു ഇൻപുട്ട് സർവീസ് ഉണ്ട്. ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളാണെങ്കിൽ വാടക കൊടുക്കുന്നുണ്ടാവും. ആ വാടക കൊടുക്കുമ്പോൾ GST അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് സർവീസിലാണ്. ഇനി കോൺട്രാക്റ്റ് ബേസിലാണ് അയാൾ ലേബേഴ്സിനെ എടുത്തേക്കുന്നതെങ്കിൽ അവിടെയും സർവീസ് കൊടുക്കുന്നുണ്ടാവും. സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫീസ് കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഏജൻസിക്ക് ടാക്സ് കൊടുക്കുന്നുണ്ടാവും. ഈ 3 സ്ഥലത്ത് കൊടുത്ത ടാക്സ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്തെടുക്കുന്നതിനാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുക.
ഇനി ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ പുട്ട് വിൽക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്. ഇപ്പോൾ പുട്ട് വിറ്റ് നമ്മളൊരു മാസം ഒരു 10,000 രൂപ നമ്മൾ ടാക്സ് കളക്ട് ചെയ്തു. അപ്പോൾ ഈ 10,000 രൂപയും നമ്മൾ അടയ്ക്കണ്ട, 10,000 രൂപ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ടാക്സ് അടച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ 10,000 നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി വാങ്ങിച്ചപ്പോൾ കൊടുത്ത ടാക്സ് നമുക്ക് എടുക്കാം, പുട്ടുകുറ്റി മേടിച്ചപ്പോൾ കൊടുത്തത് എടുക്കാം, ഗ്യാസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം, പാത്രങ്ങൾ മേടിച്ചപ്പോൾ ഉള്ള ടാക്സ് എല്ലാം എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ നിന്ന് കുറയ്ക്കുക. അതായത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സുകാരൻ പേ ചെയ്തിരിക്കുന്ന എല്ലാ ടാക്സുകളും എന്ത് ചെയ്യാം, ഈ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് എന്ത് ചെയ്യാം, കുറയ്ക്കുക. അപ്പോൾ ഡിഫറൻസ് വരുന്ന എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അയാൾക്ക് ഇനീഷ്യലി ഒരു 2 കോടി രൂപയുടെ മെഷീനറി വേണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ എടുത്തിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. കാരണം ഈ 2 കോടി രൂപയുടെ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ടായിട്ട് അവിടെ കിടന്നോളും. എപ്പോഴാണോ ഇൻപുട്ടിനെ കഴിഞ്ഞും കൂടുതൽ ടാക്സ് നമ്മൾ കളക്ഷൻ വരുന്നത്, അന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പൈസ അടച്ചാൽ മതി. നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാണ്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ ടാക്സ് നമുക്ക് എന്ത് ചെയ്യും, ലാപ്സായി പോകും. അപ്പം അതിൻ്റെ ഒരു നേച്ചറും കൂടെ നോക്കിയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമ്മളൊരു ഡിസിഷൻ എന്ത് ചെയ്യുക, എടുക്കേണ്ടത്. പുതിയൊരു ബിസിനസ് ആശയവുമായിട്ട് ഒരു വ്യക്തി താങ്കളെ സമീപിച്ചാൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളായിരിക്കും അയാൾക്ക് കൊടുക്കാനുണ്ടാവുക? ഒന്ന്, നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് പാഷനുള്ള ഒരു ഏരിയയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ചായക്കട നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചായ അടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ചായ അടിക്കുന്നവൻ ഇന്ന് പറയുകയാണ് ഞാൻ ഇന്ന് ലീവാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അതെന്താവും, അത് മൊത്തം നിന്നു പോവും. അപ്പം ഞാൻ പറയണത്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ, ഇപ്പം പല കുട്ടികളും നമ്മളോട് പറയാറുണ്ട്, സാർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്കൊരു ബിസിനസ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്, നല്ലതാണ്, നിങ്ങളുടെ ആശയം മനസ്സിലിരിക്കട്ടെ, നിങ്ങൾ പോയിട്ടൊരു 2-3 വർഷം എന്ത് ചെയ്യുക, നിങ്ങൾ പല സ്ഥലത്ത് യാത്ര ചെയ്യുക, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക, നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തുള്ള പല ഏരിയകളിൽ പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. അങ്ങനെ ജോലി ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇന്ന് വരെ കാണാത്ത പല കാര്യങ്ങളും അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആവാനുള്ള സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. ഇനി നമ്മളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുള്ള എത്ര ആളുകളെ അറിയാം, വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ അമ്മ നമ്മളോട് എപ്പോഴും പറയും, തീയിൽ തൊടരുത്, തൊട്ടാൽ പൊള്ളും. നമ്മളത് കേട്ടിട്ടാണോ അത് നിർത്തിയത്, അതോ തൊട്ടിട്ടാണോ നിർത്തിയത്? ഡെഫിനറ്റ്ലി. അപ്പോൾ അറിവും പ്രാക്ടീസും തമ്മിൽ എന്തുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ഒരു നല്ല മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്ത് ചെയ്യാം, ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നും. പക്ഷെ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ബെഡിൽ മുള്ളുകൾ വിരിച്ചേച്ച് ഇറങ്ങുന്ന പോലെയാണ്. പിന്നെ തിരിച്ച് വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കിടക്കാനായിട്ട് പറ്റില്ല. അപ്പം അത്രമേൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാവുള്ളൂ, ഇറങ്ങാവുള്ളൂ. ഇപ്പോൾ രാവിലെ 10 മണിക്ക് കോളേജിൽ പോകേണ്ട ഒരു വിദ്യാർത്ഥി അവൻ 9:30 കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുന്നവനാണ് എങ്കിൽ ഞാൻ പറയും, നിങ്ങൾ എന്ത് ചെയ്യരുത്, ബിസിനസ് തുടങ്ങരുത്. തുടങ്ങിയാൽ അത് സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്ന്, നമുക്ക് പാഷനുള്ള ഏരിയ ആയിരിക്കണം. 2, നമ്മൾ അതിനെക്കുറിച്ചൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് എന്ത് ചെയ്യാവുള്ളൂ, ഇറങ്ങാവുള്ളൂ. ഇപ്പം നമ്മൾ എൻ്റെ അടുത്തുള്ള ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഉടനെ ഞാനും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നമുക്കൊരു ബിസിനസ്സിനെ അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ വരുന്ന ഫണ്ടെല്ലാം ലാഭമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കുണ്ട്. ഇത് പല ബിസിനസ്സുകാർക്കുണ്ട്. ലോൺ എടുത്ത് വെച്ചിട്ട് പെട്ടിയിൽ നിറച്ച് കാശുണ്ടെങ്കിൽ അത് ലാഭമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പെട്ടിയിലെ ക്യാഷല്ല നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഡേ 1 മുതൽ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. നിങ്ങൾ പിയാനിൽ വരയ്ക്കണമെന്നോ ബാലൻസ് ഷീറ്റ് വരയ്ക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങളതിൽ എക്സ്പേർട്ടും ആയിരിക്കില്ല. നിങ്ങൾക്ക് ചെയ്യാമല്ലോ, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡേ 1 മുതൽ ആ ബിസിനസ്സിന് വേണ്ടി വന്ന ചിലവുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. അറ്റ്ലീസ്റ്റ്
ഇയർലി ഒരു തവണയെങ്കിലും നിങ്ങളെ ഒരു എക്സ്പേർട്ടിനെ കണ്ട് ആ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് ഒന്ന് റിവ്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് വളരെ നല്ലതായിരിക്കും. പലപ്പോഴും ആളുകൾ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് കയ്യിലെ കാശെല്ലാം തീർന്നു കഴിയുമ്പോഴാണ്. ദെൻ ചില ആളുകൾക്ക് ലോൺ കിട്ടും കയ്യിൽ കാശ് തീർന്നു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ആ ലോണും കിട്ടിത്തീരണം. അപ്പോഴാണ് അവർ ചിന്തിക്കുക, ദൈവമേ ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് ഇത്രയും കാലമായില്ലോ, എന്നിട്ട് എന്തുണ്ടാക്കി, അപ്പോൾ എന്ത് നേടി. അപ്പം ഡേ 1 മുതൽ നിങ്ങൾ വരവ് ചിലവ് കണക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സൂക്ഷിക്കുക. ബിസിനസ് ലാഭത്തിലാണോ പോകുന്നതെന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തുക. പാഷനുള്ള ഏരിയയിൽ ധൈര്യമായിട്ട് ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആവുന്നോടം വരെ നമ്മളതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഒരു ദിവസം കൊണ്ട് വിജയിച്ച ഒരാളും ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ചില ആളുകളൊക്കെ പറയുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ. പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, അവരൊക്കെ വർഷങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ എഫേർട്ട് ഇടാൻ ഉണ്ടായെങ്കിൽ, അതിന് തയ്യാറാണെങ്കിലാണ് നമ്മൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലർ നമ്മൾ പറയാറില്ലേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് എന്ന് പറയില്ലേ. അപ്പോൾ ഒരിക്കലൊരു കഥ ഇങ്ങനെയുണ്ട്, ഒരു നടന്ന സംഭവമാണെന്നും പറയണു. ഒരു വലിയ ബിസിനസ്സുകാരൻ അദ്ദേഹത്തെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പം ഇദ്ദേഹത്തെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് സെയിം ക്വസ്റ്റ്യൻ, സാർ നിങ്ങളൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിലൂടെ ജീവിതത്തിൽ ഒരൊറ്റയ്ക്കൊരു പ്രാവശ്യം ഭാഗ്യദേവത പറന്നു പോകുമ്പം ചാടി കയറി പിടിക്കുന്നവൻ സക്സസ് ആവും, അല്ലാത്തവൻ ഫ്ലോപ്പ് ആവും എന്ന് പറയും. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, സാർ നിങ്ങൾക്ക് ആ സമയത്ത് ഇത് ചാടാനും ഈ ദേവതയെ പിടിക്കാനും പറ്റിയത് നിങ്ങളുടെ ഭാഗ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് വളരെ പ്രസക്തം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ചാടിക്കൊണ്ടേയിരുന്നു, എല്ലാ ദിവസവും ഞാൻ ഈ പിടുത്തം നടത്തുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചെയ്തതുകൊണ്ട് അന്ന് എനിക്ക് എന്ത് ചെയ്തു, കിട്ടി. അപ്പം ഭാഗ്യം എന്ന് പറയുന്ന ഒന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഉള്ള ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട്, യഹോവയെ അന്വേഷിക്കുന്നവൻ, യഹോവ ഭക്തിയുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ബിസിനസ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടുക. ഇപ്പം പൂമ്പാറ്റയ്ക്ക് പറക്കണമെങ്കിൽ ചിറക് വിരിച്ചാൽ മതി. പക്ഷെ ഒരു കടലാസ് പൂമ്പാറ്റയ്ക്കാണെങ്കിലോ കാറ്റ് വീശണം. അപ്പം ചില കാറ്റത്ത് പറക്കുന്ന പൂമ്പാറ്റകളും ഉണ്ട്. പക്ഷേ റിയൽ പൂമ്പാറ്റയാണെങ്കിൽ അവിടെ എന്തിടണം, എഫേർട്ട് ഇടണം. അപ്പം ബിസിനസ്സിലേക്ക് വരുമ്പം ഞാൻ പറയാനുള്ളത്, എഫേർട്ട് ഇടുക. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യുക. അത് ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണത്. ഞാൻ എന്നും വായിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പം നിങ്ങൾ ദൈവത്തിന് എന്നവണ്ണം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വാക്യമുണ്ട്. എനിക്കത് വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയും കാണുന്നത്, ദൈവം എൻ്റെ മുമ്പിൽ പഠിക്കാൻ വന്നാൽ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, അതിനകത്ത് എനിക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക. ചെയ്യുന്ന ബിസിനസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. റിസൾട്ട് എന്തോ ആവട്ടെ, ചിലപ്പോൾ ചില നഷ്ടങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും കേട്ടോ. ഇതൊക്കെ പറയുമ്പം സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരും. സമയമെടുത്താലും സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ് സ്ഥിരമായിട്ട് നിലനിൽക്കുക. സ്ഥിരമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫീൽഡിൽ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അങ്ങനെ ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊടുക്കുന്ന സർവീസിൽ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9:30 മുതൽ 5 വരെ ഒരു വിദ്യാർത്ഥിയെ ഇരുത്തി അവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെക്കൊണ്ട് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങൾ എൻ്റെ അറിവിലൊരു കുന്നംകുളത്തൊരു ഡോക്ടർ ജോയി എന്ന് പറഞ്ഞിട്ടൊരു GST പ്രാക്ടീഷണർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേറെ അധികം ഞാനങ്ങനെ കേട്ടിട്ടില്ല. കാരണം 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ GST പ്രാക്ടീഷണറാക്കാം, നിങ്ങളെ അക്കൗണ്ടൻറ്റ് മാസ്റ്ററാക്കാം, ഫിനാൻഷ്യൽ മാനേജറാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോട് ആദ്യം പറയുന്നത്, ഒരു ദിവസം നേരം വെളുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നതാവും എന്നെന്ത് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടിയും തരില്ല. നിങ്ങൾ വരിക, 1 മാസം വന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്കും എനിക്കും കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ ബിസിനസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക,
ബിസിനസ് ചെയ്യുക, സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക, തീർച്ചയായിട്ടും നമുക്കെന്തുണ്ടാവും, ഉയർച്ച ഉണ്ടാവും. എങ്ങനെയാണ് സാറിൻ്റെ വിദ്യാർത്ഥികൾക്ക് സാർ കൊടുക്കുന്ന പരിശീലനം? അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓഫീസ് വർക്കിംഗ് ടൈമാണ് നമ്മൾ ക്ലാസ്സിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ നമ്മളൊക്കെ പ്രൈവറ്റ് മേഖലയിലേക്കായിരിക്കും മിക്കവാറും തന്നെ ജോലിക്ക് പോകുന്നത്. കാരണം ഒരു BCom പഠിച്ച അല്ലെങ്കിൽ MCom പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായില്ല? നിങ്ങൾക്ക് ആകാമായിരുന്നില്ലേ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. കാരണം ചില സമയത്തൊക്കെ നമ്മൾ പണിയെടുത്ത് നമ്മൾ മടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേ മടുത്തേ? നിനക്ക് വേറെ പണി അന്വേഷിച്ചുകൂടായിരുന്നു? അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു, മിസ് ചെയ്ത് പോയി. അതിൻ്റെ കാരണങ്ങൾ പലതാവാം. ചിലപ്പോൾ ജെന്യുവിൻ റീസൺ ആയിരിക്കാം. കാരണങ്ങൾ എന്തും ആവട്ടെ, ഇനി അതിനെന്തില്ല, പ്രസക്തിയില്ല. അപ്പോൾ ഇനി നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊക്കെ MCom പഠിച്ചു, അത് കഴിഞ്ഞ് MBA പഠിച്ചു. അപ്പോൾ ആ സമയത്ത് അത്രയൊക്കെ പഠിച്ചിട്ടും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മേളിൽ CA ഉണ്ട്, CMA ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ അറിവില്ല. എന്താ CA, എന്താ CMA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു അറിവേ ഉള്ളൂ. ഇന്നുള്ളതുപോലെ ട്രെയിനിങ് സെൻറ്റർ ഒന്നും അന്ന് അവൈലബിൾ അല്ല. അപ്പം നമുക്കൊന്നും അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്തേനെ, അതിലേക്കൊക്കെ പോകാമായിരുന്നു എന്ന് നമുക്ക് ഇന്നിരുന്ന് പറയാം. പക്ഷേ അന്ന് നമ്മൾ ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നമുക്കറിയാം. നടക്കില്ല അന്നത്തെ കാലത്ത്. എന്തു തന്നെയായാലും ഇന്ന് എനിക്ക് പണി അറിയാം. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്നോട് ആ പണി ചെയ്യേണ്ടെന്നോ. കാരണം അത് ചെയ്യാനായിട്ട് CA-ക്കാരെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. IT റിട്ടേൺ ഫയൽ ചെയ്ത് ഓഡിറ്റ് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ക്വാളിഫൈഡ് ആയാൽ എനിക്ക് അങ്ങോട്ട് ചെന്ന് കയറാം. എനിക്ക് പണി അറിയാം, അവരെ എനിക്ക് അസിസ്റ്റ് ചെയ്യാനറിയാം, വലിയ കാര്യങ്ങളും അറിയാം. പക്ഷേ എനിക്ക് ഒരു സർട്ടിഫിക്കേഷൻ്റെ കുറവുണ്ട്. അതൊരു വലിയ കുറവ് തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു, നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവാം. ഇവിടെ ഏതൊരാൾക്കും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എവിടെയോ നമ്മൾ എന്തൊക്കെയോ മിസ് ചെയ്ത് പോയി, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനികളിൽ നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ അവരുടെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത്, നമ്മളൊരു കമ്പനി തുടങ്ങിയാൽ അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുകയുള്ളൂ. പശുവിനെ കുളിപ്പിക്കാൻ പറഞ്ഞാൽ പശുവിനെ മാത്രം കുളിപ്പിച്ചാൽ പോരാ, തൊഴുത്തും കൂടെ വൃത്തിയാക്കണം. എന്ന് വെച്ചാൽ പശുവിനെ കുളിപ്പിച്ച് പശു വൃത്തിയാവണമെങ്കിൽ നിൽക്കുന്ന സ്ഥലം ആദ്യം എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. പശുവിനെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ തൊഴുത്ത് വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തൂമ്പയ്ക്ക് 2 വലിച്ച ചാണകം മാറ്റി അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അവിടെ ക്ലീനായി. ദെൻ പശുവിനെ കുളിപ്പിച്ചാൽ പശു ക്ലീനാവും. അപ്പം ഇന്നത്തെ കാലത്ത് എങ്ങനെയുള്ള ജോലിക്കാരെ ബിസിനസ്സുകാർ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പശുവിനെ കുളിപ്പിക്കാൻ പറഞ്ഞാൽ തൊഴുത്തും കൂടെ വൃത്തിയാക്കുന്നതിന് മതി. എന്ന് വെച്ചാൽ നമ്മളോടൊരു പണി ചെയ്യാനായിട്ട് പറഞ്ഞു, ആ പണി മാത്രം ചെയ്തിട്ട് തീർന്നു എന്ന് പറഞ്ഞ് മടക്കി വെച്ചിരിക്കുന്നതിനെ ആർക്കും വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് പണിയും ചെയ്യാൻ എന്ത് ചെയ്യണം, തയ്യാറാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പറയണത് 9:30 to 5 o'clock ആയിരിക്കും നമ്മുടെ ടൈമിങ്. ഇവൻ നാളെ 10 മണി വരെ നിന്ന് എന്ത് ചെയ്യേണ്ട, പണിയെടുക്കേണ്ട ഒരാളാണ്. അപ്പം നമ്മളൊരു 5 മണി വരെയെങ്കിലും നിർത്തിയാലല്ലേ അവൻ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം 10 മണിക്ക് കോളേജിൽ പോയി 3:30 കോളേജിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന പിള്ളേരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ആ ടൈം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് അവർ പഠിപ്പിക്കും. അതിനുശേഷം നമ്മൾ അവരെ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് മുതൽ പഠിപ്പിക്കുകയാണ്. ജേണൽ എൻട്രി എഴുതാൻ മുതൽ അവരെ നമ്മൾ പഠിപ്പിക്കും. മാനുവൽ അക്കൗണ്ടിങ് പഠിപ്പിക്കും. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ചെയ്യുക, എങ്ങനെയാണ് ബുക്ക് കീപ്പിംഗ് ചെയ്യുക, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, ഈവൻ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പേപ്പർ കൊണ്ടുവന്ന് ബില്ലുകൾ, രജിസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ പഠിപ്പിച്ചതിന് ശേഷം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിപ്പിക്കും. വേഡ്, എക്സൽ, GST, ഇൻകം ടാക്സ്, TDS, ESI, PF ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും. അതിനുശേഷം ഇതെല്ലാം നമ്മൾ സിമുലേഷൻ സോഫ്റ്റ്വെയർ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം നമ്മൾ റിയൽ വർക്കുകൾ കൊടുക്കും. അപ്പം നമുക്കൊരു 6 മാസത്തെ ടൈമിങ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. ശരിക്കും 6 മാസം പോരാ, 1 ഇയറാണ് ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് വേണ്ടത്. പക്ഷേ 6 മാസത്തിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പിള്ളേർക്ക് വരാനായിട്ട് മടിയാണ്. അതുകൊണ്ട് നമ്മൾ 6 മാസം വരെ നമ്മൾ ഈ ട്രെയിനിങ്ങിലൂടെ കടത്തി വിടും. അതിനുശേഷം കൊള്ളാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ എംപ്ലോയേഴ്സ് വന്ന് അവരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകും. ശേഷം പിന്നീട് നിൽക്കുന്നവരെ നമ്മളൊരു 6 മാസവും കൂടെ നമ്മുടെ കൂടെ നിർത്തും. നമ്മുടെ കൂടെ നിർത്തിയിട്ട് നമ്മൾ അവർക്കൊരു സ്റ്റൈഫൻ്റൊക്കെ കൊടുത്ത് അവരെ ഒന്നും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഓഫീസിലേക്ക് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് 1 ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ അവരെ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ കുട്ടികളെ നമ്മൾ പുറത്ത് കൊണ്ടുപോകും.
കമ്പനികൾ വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ഓഡിറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ 1-2 പേരെ വെച്ചിട്ട് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോയി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ കൊടുക്കും. പിന്നെ ഞങ്ങൾ അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കളിക്കാനായിട്ട് പുറത്ത് പോകും. അപ്പം കളിക്കാനൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാളുടെ റിയൽ ക്യാരക്ടർ പിടികിട്ടണമെങ്കിൽ നമ്മൾ ഈ കളിസ്ഥലത്ത് ചെല്ലുമ്പം അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പുറത്ത് വരും. അപ്പോൾ അവന് ഏത് ഫീൽഡിലാണ് അവൻ സ്യൂട്ടബിൾ, എല്ലാവരെയും നമുക്ക് അക്കൗണ്ടിങ് ഫീൽഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവന് ചിലപ്പോൾ സ്റ്റോറിലേക്കായിരിക്കും പോകേണ്ടത്, അവനെ നമ്മൾ സ്റ്റോറിലേക്ക് വിടും. ഇനി HR പോകാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ HR വിടും. ഇനി അക്കൗണ്ട്സ് മാത്രം നോക്കാനുള്ള ആളുകളാണെങ്കിൽ അവരെ അതിലേക്ക് വിടും. ഇനി ബില്ലിങ് ചെയ്യാനുള്ള പ്രാപ്തി ഒരാൾക്കുള്ളൂവെങ്കിൽ അവരെ ആ ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കൂടെ കൊണ്ടടക്കും. 6 മാസവും നമ്മൾ ഇവരുടെ കൂടെ ഉണ്ടാവും. അത് രാത്രിയൊക്കെ ആയിരിക്കും ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കളിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പം പലരെയും നമുക്ക് എന്ത് ചെയ്യും, പിടുത്തം കിട്ടും. അപ്പോൾ ചിലരൊക്കെ നന്നായിട്ട് കളിക്കും. അപ്പോൾ നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നന്നായിട്ട് കളിക്കുന്നവൻ ചിലപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവനെ ഒരു 3 ദിവസം നമ്മൾ കളിക്കാൻ കൊണ്ടുപോയി 4-ാം ദിവസം നമ്മൾ അവൻ്റെ അടുത്ത് പോയിരുന്ന് അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവനത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെയും അവൻ്റെ കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണൽ ട്രെയിനിങ് കൂടെ കൊടുത്ത് എല്ലാവരെയും ഒരേപോലെ കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം കാര്യങ്ങൾ എന്ത് ചെയ്യും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ സ്കില്ലും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ്മെൻറ്റിലേക്ക് വിടുക. ചില കുട്ടികൾക്ക് 6 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾ പോകുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇപ്പം എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം മുതൽ 20 നമ്പേഴ്സാണ് ഞങ്ങൾ ഇയർലി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു 20 എന്നുള്ളൊരു 30 അല്ലെങ്കിൽ 40 വരെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ട്. ചില ബിസിനസ്സുകാരെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റാഫിനെ എടുത്തിട്ട് നമുക്ക് തരും. നമ്മുടെ അടുത്ത് വിട്ട് ട്രെയിനിങ് എടുത്തിട്ട് അവരെ വീണ്ടും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി പോകുന്നത്. ഇപ്പോൾ മറ്റുള്ള GST ട്രെയിനിങ് സെൻറ്റേഴ്സിനെ അപേക്ഷിച്ച് പിനാക്കിൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഇവിടെ കുട്ടികളൊന്ന് പഠിക്കണം? നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു തൊഴിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ വേണ്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അതായത് ഒരു റിയൽ വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പിന്നെ നമ്മുടേത് പിനാക്കിൾ GST കൺസൾട്ടേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം ടാലിയുടെ ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ണറാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ടാലിയിൽ നിന്ന് ഞങ്ങളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പേൾ കാറ്റഗറിയിലാണ്. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് അത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഒരു 2018 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കോവിഡായിട്ട് പോയി എങ്കിലും നമ്മളിപ്പോൾ ഒരു 1000 എബോവ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ച് പോയിട്ടുള്ള 90% കുട്ടികളും ജോലി ചെയ്യുന്നു. ഞങ്ങളാർക്കും പ്ലേസ്മെൻറ്റ് കൊടുത്തൊന്നുമല്ല, പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളൊക്കെ ജോലി ചെയ്യുന്നു. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ണർ ആയതുകൊണ്ട് സോഫ്റ്റ്വെയറിൻ്റെ ഏത് ലേറ്റസ്റ്റ് റിലീസ് വന്നാലും ഞങ്ങളെയാണ് ആദ്യം അതിൻ്റെ ട്രെയിനിങ് ഞങ്ങൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ടാലിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടാലിയിൽ നിന്നുള്ള ഏത് അഡ്വാൻസ്ഡ് വേർഷൻ വന്നാലും ഫസ്റ്റ് ടൈം ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടും. ടാലി ഡയറക്റ്റാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. ഞങ്ങൾ നേരിട്ട് തന്നെയാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന പരിപാടിയില്ല. അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, പക്ഷേ നമ്മൾ കോർ ഏരിയാസ് നമ്മൾ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എങ്ങനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്തൊക്കെയാണ് അവിടെ ആവശ്യം. 3 വിധത്തിലുള്ള ഇൻഡസ്ട്രീസാണ് നമുക്ക് വരിക: മാനുഫാക്ചറിങ്, റീറ്റെയിൽ, സർവീസ് ഇൻഡസ്ട്രി. നമ്മൾ ഈ 3 വിധത്തിലുള്ള ഇൻഡസ്ട്രിയിലും കുട്ടികൾ പോയാൽ വർക്ക് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഫയൽ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സിമുലേഷൻ സോഫ്റ്റ്വെയറിലാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ആദ്യം സിമുലേഷൻ സോഫ്റ്റ്വെയർ പഠിപ്പിക്കും.
അതിനുശേഷം ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ സെക്കൻഡ് 3 months കുട്ടികൾ റിയൽ ടൈം റിട്ടേൺ, റിയൽ ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് ഓരോരുത്തർക്കും വർക്ക് അസൈൻ ചെയ്ത് അവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് നമ്മുടെ കൂടെ ഒരാൾ ഉറപ്പ് വരുത്തി ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് അവർക്ക് ഉണ്ടായെങ്കിൽ നമ്മളത് അന്നേരം അവരെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിപ്പിച്ച് നമ്മളുടെ മേൽനോട്ടത്തിൽ അവരായിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. പിന്നെ അപ് ടു ഫൈനലൈസേഷൻ ഒരു കമ്പനിയുടെ കണക്ക് മുഴുവനായിട്ട് ഇൻകം ടാക്സിൽ ടാക്സ് അടയ്ക്കേണ്ട എത്രയാണ് എന്നുള്ള കാൽക്കുലേഷൻ വരെ എത്തുന്നതോടെ വരെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിടുന്നത്. അതിനോടൊപ്പം നമ്മൾ വേഡ്, എക്സൽ, ഈ വേഡ് എക്സൽ എന്നൊക്കെ പറയുമ്പം നമ്മൾ കുറേ ഫോർമുല വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോർമുല പഠിപ്പിക്കും. അതിനോടൊപ്പം ബിസിനസ്സിൽ ഏത് സമയത്താണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇഫ് ക്ലോസ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ പഠിപ്പിക്കുക. അപ്പോൾ ഒരു കാൽക്കുലേഷൻ ഷീറ്റ് അവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ഫോർമുലയും പഠിക്കും. ബിസിനസ്സിൽ അവർക്ക് ഒരു കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ പിവറ്റ് ടേബിൾ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പിവറ്റ് ടേബിൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ബിസിനസ്സിൽ എവിടെയൊക്കെ പിവറ്റ് ടേബിൾ ഉപയോഗിക്കാം, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് പിവറ്റ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ആ ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്നിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു റിയൽ ടൈം ബിസിനസ് റിപ്പോർട്ടിന് ആവശ്യമായിട്ട് ഇതെങ്ങനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മറ്റത് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യാം, വി ലുക്കപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എച്ച് ലുക്കപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ബിസിനസ്സിൽ ഏത് സമയത്ത് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് വലിയ ധാരണയൊന്നും പുറത്തുനിന്ന് നമുക്ക് കിട്ടാറില്ല. അതുപോലെ നമ്മൾ ഈ SI PF ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ടാലിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പേറോൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അറ്റൻഡൻസ് മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പേറോള് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളും. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിലും പഠിപ്പിക്കുന്നുണ്ട്. എക്സലിലും നമ്മളിത് മാനുവലി എന്ത് ചെയ്യും, ചെയ്യിക്കും. അപ്പം നമുക്ക് അതിനകത്ത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ജോലി ചെയ്യാൻ എന്തൊക്കെ സ്കില്ലാണോ വേണ്ടത് അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഏരിയാസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ജോലി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു അപരിചിതത്വം ഫീൽ ചെയ്യില്ല. അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് നമുക്ക് വേറൊരു ബസ്സിലേക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങ് കയറാം. അപ്പോൾ നമ്മൾ മാറിയതായിട്ടുള്ളൊരു ഫീൽ നമുക്ക് എന്ത് ചെയ്യില്ല, വരില്ല. അതേസമയം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ചാടി കയറിയാലോ ബാലൻസ് തെറ്റും. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ സ്ഥലത്ത് ചെന്നതായിട്ടുള്ളൊരു ഫീൽ അവർക്ക് എന്ത് ചെയ്യില്ല, വരില്ല. അവരെന്താണോ അവിടെ ചെയ്യേണ്ടത് അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു, അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പോകുന്ന കുട്ടികൾക്കുള്ളൊരു ബെനിഫിറ്റും അത് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സാലറി ഒന്നും ആയിരിക്കില്ല, അവർക്ക് 3 മാസം കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ എംപ്ലോയർ തന്നെ അവർക്ക് എന്ത് ചെയ്യും, സാലറി കൂടുതൽ കൊടുക്കും. നന്നായിട്ട് കുട്ടികൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് നമ്മൾ ഈ പറയുന്ന തിയറി മാത്രം അല്ലെങ്കിൽ പ്രാക്ടീസ് മാത്രമല്ല, നമ്മൾ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ചില ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ അവിടെയും നമ്മുടെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ചില സമയത്ത് ആളുകൾ പറയും ഇത്രയൊക്കെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടണോ എന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല. പക്ഷെ പല കുട്ടികളും അവർ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അവർ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കൊരു മെൻറ്ററിങ്ങും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെ പല പേരൻസും ഇപ്പം നമ്മുടെ അടുത്ത് പിള്ളേരെ കൊണ്ടുവന്ന് വിടുന്നത് എനിക്ക് പരിചയമുള്ള ആളുകളാണ് എൻ്റെ അടുത്ത് കൂടുതൽ വരുന്നത്. എല്ലാം മൗത്ത് പബ്ലിസിറ്റിയിലാണ്. ഇപ്പോൾ റീസെൻ്റായിട്ടൊരു അച്ഛൻ ഭാവനാത്മ കോളേജിൽ നിന്ന് വന്ന് പഠിച്ചിരുന്നു. അച്ഛൻ്റെ അനിയൻ്റെ വൈഫിനെ ഇപ്പം അച്ഛൻ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് പോകുന്ന ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും അവരവരുടെ അനിയനും അനിയത്തിയൊക്കെ പഠിക്കുന്ന സമയമാകുമ്പം അവർ നമ്മുടെ അടുത്താണ് കൊണ്ടുവന്ന് വിടുന്നത്. അപ്പം ചില പേരൻസ് അവരുടെ പിള്ളേരെ നമ്മുടെ അടുത്ത് നേരത്തെ വിളിച്ച് പറയും, സാറേ ഇന്ന വർഷം ഡിഗ്രി പാസ്സാവും, അപ്പോൾ ആ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം എന്ന് പറയും. അപ്പം അങ്ങനെ പേരൻസിൻ്റെ അടുത്തേക്ക് നമുക്ക് റീച്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2020 കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ മേല, നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കോളേജിൽ നിന്ന് കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം.
അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് പൂർത്തിയാക്കിയാലാണ് അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്തും ആരും ഇൻറ്റേൺഷിപ്പിന് എടുക്കുന്നില്ല. കാരണം 3 പേര് കൂടുതൽ 4 പേര് കൂടുതൽ ഒരു സ്ഥാപനത്തിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ലാണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികളുടെ ക്ലാസ്സെല്ലാം ഓൺലൈനിലേക്ക് മാറി. അപ്പം ഹൈ റേഞ്ചിലുള്ള കോളേജ് ആയതുകൊണ്ട് അവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പലർക്കും റേഞ്ചില്ല. അപ്പോൾ അവരുടെ ക്ലാസ്സുകളൊന്നും പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വന്നു. അപ്പം ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കാൻ അവർക്ക് എല്ലാ വർഷവും ഇൻറ്റേൺഷിപ്പുണ്ട്. ഒരു വർഷത്തിൽ 1 മാസം ഫുൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അച്ഛനൊരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ആ കോളേജിൽ ആ സമയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ചെയ്യാൻ പറ്റും സാറേ, നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ്, എന്നാൽ കുട്ടികളെ എൻ്റെ അടുത്തേക്ക് വിട്, ഞാൻ വീട്ടിൽ നിർത്തി എന്ത് ചെയ്യാം അവരെ പഠിപ്പിക്കാൻ. എനിക്ക് പിള്ളേരെ അത്യാവശ്യം പരിചയമുള്ള പിള്ളേരാണ്. പിന്നെ അച്ഛനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എന്ത് വന്നാലും അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടെ ഞാൻ എന്ത് ചെയ്തു, വാടകയ്ക്ക് എടുത്തു. അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് പിള്ളേരെ 15 പേര് വെച്ചിട്ട് അന്ന് വീട്ടിൽ താമസിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെൺപിള്ളേർക്ക് പുറത്ത് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുണ്ട്. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ വണ്ടിക്ക് പല വണ്ടിയിൽ കുട്ടികളെ കൊണ്ടുവന്ന് പകൽ വീട്ടിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് കേട്ടോ. കോവിഡ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കോവിഡ് ടെസ്റ്റ് ചെയ്യും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിടില്ല. ട്രെയിനിങ് സമയം കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ തുടങ്ങി. ആ സമയത്ത് അങ്ങനെ തുടങ്ങി. അതിനകത്ത് കുട്ടികൾ നന്നായിട്ട് എന്ത് ചെയ്തു, പെർഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് പല കുട്ടികൾക്കും വീട്ടുകളിൽ പോലും അവർ ഭക്ഷണം കഴിച്ചാൽ പോലും പാത്രം കഴുകി വെക്കില്ലാത്ത കുട്ടികളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് പുറത്ത് പോയി കഴിക്കാൻ വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പേരൻസുമായിട്ട് നമുക്കൊരു കോൺടാക്റ്റ് വന്നു. അവിടെ പേരൻസ് തീർച്ചയായിട്ടും അന്വേഷിക്കുമല്ലോ കുട്ടികൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പേരൻസുമായിട്ട് കണക്ഷൻ വന്നപ്പോൾ പേരൻസിനെ കുട്ടികൾ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, ഭക്ഷണം ഉണ്ടാക്കാൻ കൂടണം, പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യണം, പാത്രം കഴുകണം, മിറ്റം അടിച്ചു വാരണം, റൂം ക്ലീൻ ചെയ്യണം. ചില കുട്ടികളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടാണ് വിളിച്ച് പറഞ്ഞത്. പക്ഷേ അവരുടെ പേരൻസ് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നല്ല കാര്യമാണ്, സാറത് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്തോ. ഇവർ പരാതിയായിട്ട് വിളിച്ച് പറഞ്ഞതാണ്. പക്ഷേ പേരൻസ് പറഞ്ഞു, സാറേ സന്തോഷമായി ഞങ്ങൾക്ക്, കാരണം അവൻ ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. അപ്പോൾ അതിനുശേഷം എന്നെ ഒരു പയ്യൻ അതിനുശേഷം അതൊക്കെ കഴിഞ്ഞൊരു 2-3 കൊല്ലം കഴിഞ്ഞൊരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അന്ന് സാറിൻ്റെ അടുത്ത് വന്ന് ഒത്തിരി ഗുണം ചെയ്തു. ഞാൻ ഇന്ന് കർണാടകയിലാണ് ഉള്ളത്. ഞാനിവിടെ എൻ്റെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാമ്പാറും ചോറുമാണ്. അന്ന് ചോറുണ്ടാക്കാൻ പഠിച്ചതുകൊണ്ട് ഞാനിവിടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ പിള്ളേരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കയറി ഇടപെടാറില്ല. പക്ഷേ കുട്ടികൾ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും, പറയും. അപ്പോൾ അവരെ നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവർക്ക് വേണ്ട എന്താണോ അത് നമ്മൾ ചെയ്ത് കൊടുത്ത് അവരെ നമ്മളൊന്ന് അവരുടെ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇടപെടും. ചിലപ്പോൾ നമ്മൾ പേരൻസിനെയൊക്കെ എന്ത് ചെയ്യും, വിളിച്ച് സംസാരിക്കും. അപ്പോഴായിരിക്കും പേരൻസ് പോലും അറിയുന്ന ഇവർക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ എന്നിട്ട് ഞങ്ങളിനി എന്ത് ചെയ്യും എന്ന് പറയും. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നമ്പർ കൊടുക്കും. അപ്പോൾ അവർ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ പല പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. അപ്പം പിള്ളേർക്ക് പേഴ്സണൽ കെയർ കിട്ടുന്നത് കൊണ്ടാണ് ഇവർ പിന്നെയും നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ വിടുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടാവും എപ്പോഴും. അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല, പക്ഷേ പേരൻസ് അതെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, എൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് സുഖമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വരണ്ട. നിങ്ങൾ സുഖമുള്ളിടത്ത് പൊക്കോളൂ. ഇനി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നാളെ പണിയെടുക്കണം, എനിക്കൊന്നും അറിയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ ആ സമയത്ത് നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം, കോണ്ടാക്റ്റ് ചെയ്യണം. നിങ്ങൾ അന്ന് എവിടെ ആയിക്കോട്ടെ. അപ്പോൾ ഈ മിനിഞ്ഞാന്ന് എന്നെ ഒരു ആൾ വിളിച്ചു, ഒരു പയ്യൻ വിളിച്ചു. അവൻ ഇപ്പം ദുബായിലാണ് പോയി നിൽക്കുന്നത്, അബുദാബിയിലാണ് പോയി നിൽക്കുന്നത്. അവനോട് അന്ന് ഞാൻ പറഞ്ഞതാണ്, നീ ഗൾഫുമായിട്ട് പഠിച്ചോ, നിനക്ക് എന്തെങ്കിലും ഉപകാരം പെടും എന്ന്. പുള്ളി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എനിക്ക് വോയിസ് അയച്ചേക്കാണ്, സാർ ഞാനിവിടെ വന്നു, ഇവിടെ എല്ലാവരും വാറ്ററിയാവോ എന്ന് ചോദിക്കുന്നു, അന്ന് പഠിപ്പിച്ചതാണ്, ഇന്നൊന്നും ഓർക്കണില്ല, എന്നെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് വന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് സെൻട്രിക് അപ്രോച്ചിലാണ് നമ്മൾ പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കോളേജിൽ ആഡ് ഓൺ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ ദൈവം സഹായിച്ച് നമ്മുടെ ക്ലാസ്സിൽ പിള്ളേർ അങ്ങനെ ആബ്സെൻ്റ് ആവാറില്ല.
അപ്പം ഞങ്ങൾ കോളേജിലാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ തന്നെ ലാപ്ടോപ്പും കൊണ്ടാണ് പോകുന്നത്. നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളുമായിട്ട് അവിടെ ചെന്ന് ക്ലാസ് റൂമിൽ വെച്ച് തന്നെ നമ്മൾ ലാപ്ടോപ്പിലാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബികോം പിള്ളേർക്കെങ്കിലും ലാപ്ടോപ്പ് എന്ത് ചെയ്യണം, നിർബന്ധമാക്കണം. കാരണം ഇപ്പം എല്ലാം എയുടെ കാലമാണ്. ഇനിയിപ്പം ഡാറ്റ എൻട്രി ഒക്കെ കുറയും. അക്കൗണ്ട്സിലൊക്കെ ഒത്തിരി ഡാറ്റ എൻട്രി കുറഞ്ഞു. ഇപ്പോൾ ടാലിയുടെ ലേറ്റസ്റ്റ് റിലീസൊക്കെ ഇനി വരാൻ പോകുന്നത് ടാലി തന്നെയാണ്. 2 പേരും ബയറും സെല്ലറും ടാലി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ സെയിൽസ് അടിച്ചാൽ നിങ്ങളുടെ പർച്ചേസ് ഓട്ടോമാറ്റിക്കലി ടാലിയിൽ വരും. അപ്പോൾ ഡാറ്റ എൻട്രി വർക്കൊക്കെ എന്ത് ചെയ്യാൻ പോവാം, കുറയാനായിട്ട് പോവാം. ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ബുക്കിലാണ് എന്ത് ചെയ്യുന്നത്, എഴുതി പഠിക്കുന്നത്. എന്നാൽ ആ കുട്ടികൾക്ക് നമ്മൾ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ പറയും, സാറേ പിള്ളേർ ഇത് ചെയ്യണ്ടേ. ശരിയാണ്, പിള്ളേരുടെ കയ്യിലിരിക്കുന്ന ഫോൺ ആപ്പിളിൻ്റെ, വണ്ടി ഡ്യൂക്കിൻ്റെ, പക്ഷെ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, വാങ്ങിക്കില്ല. അപ്പം നമ്മൾ പിള്ളേർക്ക് എന്താണോ വേണ്ടത് അത് ഇൻഡിവിജ്വലി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാം സർട്ടിഫിക്കേഷൻ എല്ലാം ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ടാലിയുടെ ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ജോലി കൊടുക്കുന്നു. ജോലി ചെയ്യാനുള്ള ഒരു ശേഷി ഒരാൾക്കുണ്ടാകും. നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ ഉറപ്പായിട്ട് അവർ ജോലി ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ അവർ 1 മാസം കൊണ്ട് നിർത്തിപ്പോവും. ഇപ്പം ഈ കൊറോണ കാലഘട്ടത്തിൽ വീട്ടിൽ ഇത്രയും കുട്ടികളെ നിർത്തി പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ? ഫാമിലിയിൽ നിന്ന് പല ആശങ്കകളും ഉണ്ടായിരുന്നു. ആദ്യത്തെ സമയത്തൊക്കെ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് കുട്ടികളെ ഞാൻ വേറൊരു റൂമിലാണ് നിർത്തിയത്. വേറൊരു വീടെടുത്തിട്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു വീടെടുത്തിട്ട് അവിടെയാണ് നിർത്തിയത്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാച്ചിലേഴ്സിന് തന്നെ ആരും വീട് കൊടുക്കില്ലാത്ത ഇവരിത് വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹൗസ് ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇത് ശരിയാവില്ല, പിള്ളേരൊന്നും വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനത് നമ്മുടെ താമസിക്കുന്ന ഫ്ലോറിലേക്ക് തന്നെ എന്ത് ചെയ്തത്, മാറ്റിയത്. അപ്പോൾ ആ സമയത്ത് കോവിഡൊക്കെ ഉള്ള സമയമാണ്. അപ്പം എൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പം ആളെന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവായിട്ടുള്ള എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. പിന്നെ വന്നു കഴിഞ്ഞാൽ പുറത്ത് വിടില്ല, നമ്മുടെ കോമ്പൗണ്ട് വിട്ട് നമ്മൾ വേറെ ഇടത്ത് എന്ത് ചെയ്യില്ല, വിടില്ല. അങ്ങനെ സമ്മതമാണെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു. പിന്നെ വൈഫ് നേഴ്സായതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ അറിയാമായിരുന്നു, ഇന്നതാണ് പ്രശ്നം, എന്നെ കഴിഞ്ഞ് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് സാനിറ്റൈസർ വെക്കാം. അപ്പം അന്ന് എൻ്റെ കുട്ടികൾ LKG-യിലും UKG-യിലും പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺ നമുക്ക് കുട്ടികളെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് അന്ന് ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവം അറിയാണ്ട് ഒരു കാര്യം എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ദൈവത്തിനറിയാം. ഇനി നമുക്ക് കോവിഡിനെ നമ്മൾ പേടിക്കണ്ട, അതിനെ കഴിഞ്ഞൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബലവാനായിട്ടുള്ള ദൈവം നമുക്കുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ കഴിഞ്ഞും വലിയ വിശ്വാസിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, വൈഫും എനിക്ക് പറഞ്ഞു, ദൈവം ഇനി അങ്ങനെയാണ് നമുക്ക് വിധിച്ചേക്കണമെങ്കിൽ നമ്മളത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ സംഭവിച്ചാലും നമുക്കതിന് പോകാൻ വഴികളുണ്ടല്ലോ. കാരണം ഒത്തിരി ആളുകൾക്ക് ഈ അസുഖം വരുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഫ്യൂച്ചറാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ മുകളിലിരിക്കുന്ന ആളെന്ത് ചെയ്തോളും, നോക്കിക്കോളും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ 2023 വരെ ഞങ്ങൾ 20, 21, 22, 23 ആ വർഷങ്ങളിൽ നമ്മൾ കുട്ടികളെ നിർത്തി. എന്നിട്ട് കുട്ടികളെല്ലാം പോയി. ഞങ്ങൾ പോയി കൊറോണ വാക്സിനൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കോവിഡ് വരുന്നത്. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു ജലദോഷം പോലും വന്നില്ല. അവിടെയൊക്കെയാണ് ഒരു ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വൈഫ് നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. പിന്നെ ഈ വരുന്ന സമയത്ത് ഈ പിള്ളേർ ബൈക്കിൽ നിന്ന് വീണിട്ട് വന്നു. അപ്പോൾ ബൈക്കിൽ നിന്ന് വീണിട്ട് വന്നു കഴിഞ്ഞപ്പം കാലിലെ തൊലിയൊക്കെ പോയിട്ടാണ് ഫസ്റ്റ് ഡേ. അവർ 2022-ലാണത്. ഫസ്റ്റ് ഡേ വരുന്ന അന്ന് ഇവർ ബൈക്കിൽ നിന്ന് വീണു. അപ്പോൾ ഒരാളുടെ കാല് മുഴുവൻ എന്ത് ചെയ്തു, തൊലി പോയിട്ട് അവന് പാൻ്റ് ഇടത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് അവൻ വരുന്നത്. അപ്പോൾ അവൻ വീട്ടിൽ വന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് അവൻ വീട്ടിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, സാറേ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനൊന്ന് തിരിച്ചു പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അവനോടായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് അവനോട് പറഞ്ഞു, എടാ മോനെ നിൻ്റെ കാലിൽ തൊലി പോയി നല്ലേ ഉള്ളൂ, ഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാം, നീ ഇപ്പോൾ വീട്ടിൽ പോയാലും നീ വെറുതെ ഇരിക്കുക, നീ ഇവിടെ നിൽക്കുക, അങ്ങനെയാണെങ്കിൽ നിനക്കിത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ പിന്നെ നീ ഇനി വേറെ എവിടെയെങ്കിലും പോകണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്
പുള്ളിക്കാരി അതിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ ആ പയ്യനെ നോക്കി അങ്ങനെ കൂടെ നിന്നാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആണുങ്ങളാണല്ലോ, ആൺകുട്ടികളാണ്. ഞങ്ങൾ എത്ര ക്ലീൻ ചെയ്താലും വീടൊന്നും അത്രമേൽ വൃത്തിയാവില്ല. അപ്പം ഞങ്ങളൊക്കെ കിടന്നതിന് ശേഷം വൈഫ് പിന്നെ എഴുന്നേറ്റ് വന്ന് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ വൃത്തിയാക്കി. അങ്ങനെ ഈ പിള്ളേരോടൊക്കെ ആണെങ്കിലും വളരെ മിങ്കിൾ ചെയ്ത് അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ അവരോട് സംസാരിച്ച് അവരെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് വളരെ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ വൈഫിനെ ബുദ്ധിമുട്ടിക്കില്ല. ഞാനൊരു 3:30 ആകുമ്പോൾ എഴുന്നേക്കും. 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളങ്ങ് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുക. 5 പേർക്ക് ഭക്ഷണം പാകം ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് തീയൊക്കെ കത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് 4 മണിയാകുമ്പോഴത്തേക്ക് ഇവരെ വിളിക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ 6 മണിയാകുമ്പോൾ അടുത്ത ടീം എഴുന്നേറ്റിട്ട് അവരായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെയുള്ള 5 പേരായിരിക്കും മുറ്റവും പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അത് വലിയൊരു ബേർഡനായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് വളരെ നന്നായിട്ട് പൂർത്തിയാക്കാനായിട്ട് പറ്റി. ആ കുട്ടികളുടെ കോഴ്സ് സമയത്ത് അവർക്ക് എന്നിട്ടും അവർ ഒരു വർഷം ഡിലേഡ് ആയിട്ടാണ് അവർ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അക്കാദമിക് ഇയറിൻ്റെ പകുതി വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരുടെ ഡിഗ്രി ഒരു 5 വർഷമെങ്കിലും ചെയ്തേനെ, നീണ്ടുപോയേനെ. അപ്പോൾ കുട്ടികൾക്ക് 1 വർഷം അവിടെ ചെയ്യാൻ പറ്റി, സേവ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ കോളേജുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ആഡ് ഓൺ കോഴ്സുകളാണ് പിനാക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്? കോളേജുകളിൽ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിന് ചെയ്യുന്നുണ്ട്, ബികോം സ്റ്റുഡൻസിന് ചെയ്യുന്നുണ്ട്, BBA സ്റ്റുഡൻസിനുണ്ട്, ദെൻ MCOM സ്റ്റുഡൻസിനുണ്ട്, MBA സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ നമ്മൾ ബികോം സ്റ്റുഡൻസിനാണെങ്കിൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഒരു സബ്ജക്റ്റാണ് GST എന്നുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ ആഡ് ഓൺ കോഴ്സായിട്ട് GSTയുടെ തന്നെ ഒരു ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, GST റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം എങ്ങനെ GSTയുടെ ഡാറ്റ എൻട്രി ഒരു കമ്പനിയിൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത് പഠിപ്പിച്ചതിന് ശേഷം ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയറിലൂടെ കുട്ടികളെ കൊണ്ട് GST രജിസ്ട്രേഷൻ എടുപ്പിച്ച് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിച്ച് അതാണ് നമ്മൾ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ GST ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനി BBA സ്റ്റുഡൻസിനും MBA സ്റ്റുഡൻസിനും നമ്മൾ കൊടുക്കുന്നത് കോമൺ ആയിട്ട് കൊടുക്കുന്നത് ഇൻകം ടാക്സിൻ്റെ TDSഉം പേറോളും, ESI PF കാൽക്കുലേഷൻ, ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സാലറിയിൽ നിന്ന് എങ്ങനെയാണ് TDS കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ MCOM HR എടുത്തിരിക്കുന്ന കുട്ടികൾക്കും ഫിനാൻസ് എടുത്തിരിക്കുന്ന കുട്ടികൾക്കും നമ്മൾ കൊടുക്കാറുണ്ട്. MCOM കുട്ടികൾക്ക് നമ്മൾ IT റിട്ടേൺ ഫയലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതോടൊപ്പം ടാലിയിൽ നമുക്ക് ബികോം ഫസ്റ്റ് ഇയറിൽ നമ്മൾ ടാലി ലെവൽ 1, സെക്കൻഡ് ഇയർ ലെവൽ 2, തേർഡ് ഇയർ ലെവൽ 3, അതിൻ്റെ കൂട്ടത്തിൽ SAPയുടെ ഒരു കോഴ്സും കൂടെ നമ്മൾ ബികോം സ്റ്റുഡൻസിനും MCOM സ്റ്റുഡൻസിനും MBA സ്റ്റുഡൻസിനും നമ്മൾ SAP കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ 3 കോളേജിലാണ് ആഡ് ഓൺ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഇയർ മുതൽ എനിക്ക് കുട്ടികളെ തരും. ഫസ്റ്റ് ഇയറിൽ ലെവൽ 1, സെക്കൻഡ് ഇയറിൽ ലെവൽ 2, തേർഡ് ഇയർ ലെവൽ 3, പിന്നെ SAPയും കൂടെ നമ്മൾ പഠിപ്പിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ സോഹോ ബുക്സും പഠിപ്പിക്കും. അപ്പം നമുക്ക് കുട്ടികളെ ഈ 3 വർഷം കുട്ടികളെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു 1 മന്ത് ഇൻറ്റേൺഷിപ്പ് നമ്മുടെ അടുത്ത് ചെയ്യുന്നുണ്ട്. തേർഡ് ഇയറിൽ 1 മന്ത് ഇൻറ്റേൺഷിപ്പ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് കുട്ടികളെ ഫസ്റ്റ് ഇയർ മുതൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ആ 3 വർഷം കൊണ്ട് അവരെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഇയറിൽ നമുക്കൊരു എബോവ് 50 hours നമുക്ക് കിട്ടുക കുട്ടികളെ. അപ്പോൾ നമ്മളങ്ങനെ ഇവർ 3 വർഷമാകുമ്പോഴത്തേക്ക് 150 മണിക്കൂർ നമ്മളുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള തിയറിയും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബികോം കോളേജുകൾക്ക് പലപ്പോഴും ബികോം ഡിപ്പാർട്ട്മെൻറ്റിന് ലാബുകളില്ല. പലപ്പോഴും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ലാബ് ഉണ്ടാകും. BA ഇംഗ്ലീഷുകാർക്ക് വരെ ലാബ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എടുത്തിരിക്കുന്നവർക്ക് ലാബേ കോളേജുകളിൽ അങ്ങനെ പല കോളേജുകളിൽ ഞാൻ കണ്ടിട്ടില്ല. അതെന്താണെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞങ്ങളിപ്പോൾ ചെയ്തേക്കുന്നത് ഞങ്ങൾ തന്നെ ലാപ്ടോപ്പ് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലിരുന്ന് കുട്ടികളെ ലാപ്പിൽ തന്നെ വർക്ക് ചെയ്യിപ്പിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 1 മന്ത് ഇൻറ്റേൺഷിപ്പും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കുട്ടീനെ പ്ലേസ് ചെയ്യാനുള്ള വിധത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ആഡ് ഓൺ കോഴ്സ് നമ്മൾ
ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മിനിമം 30 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ ആഡ് ഓൺ കോഴ്സ് ചെയ്യാറുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു 50 hours ഒരു വർഷം എന്ത് ചെയ്യണം, കിട്ടണം. പിന്നെ ചില കോളേജുകളിൽ ഇപ്പം നമുക്ക് തരുന്നത് ഒരു 5 days നമുക്ക് എക്സ്ട്രാ തരും. എന്നുവെച്ചാൽ ഈ വാല്യുവേഷൻ ക്യാമ്പൊക്കെ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു 5 days കണ്ടിന്യൂസ് ആയിട്ട് തരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ 5 days നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അവർക്ക് അവരുടെ സിലബസിലുള്ളത് കൊണ്ട് അവർക്ക് അവിടെയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻകം ടാക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ IT റിട്ടേൺ ഫയലിംഗ് എങ്ങനെയാണെന്നും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ അക്കാദമിക്കലി സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഒരുപാട് കോളേജുകളിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ തന്നെ 3 ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 2 കോളേജും കൂടെയൊക്കെയാണ് നമുക്ക് മാക്സിമം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഓൺലൈനായിട്ട് ചെയ്തുകൂടെ. അപ്പോൾ ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒന്നെങ്കിൽ ലാപ്ടോപ്പ് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അവൈലബിൾ ആയിരിക്കണം. കാരണം നമ്മളൊരു തിയറി മാത്രമല്ലല്ലോ പഠിപ്പിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യാനും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്, സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉള്ള കുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ദെൻ ഈ ഓൺലൈൻ കൊടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അവധിയുള്ള സമയത്ത് പിന്നീട് അവർക്ക് നമ്മളൊരു 15 days ഇൻറ്റേൺഷിപ്പ് നമ്മുടെ ഓഫീസിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഓൺലൈനായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നീട് ഈ 15 ദിവസം കൊണ്ട് നമുക്ക് അവരെ കുറച്ചും കൂടെ നമുക്ക് അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോരാത്ത പോർഷൻസ് നമ്മൾ അവർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് അവരെ നമ്മൾ ഇൻ്റർവ്യൂവിന് വിടുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് അതിനകത്ത് ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് ജോലി കിട്ടും. അപ്പോൾ നമ്മൾ അവരോട് പറയും, നിങ്ങൾ അവിടെ കയറിക്കോ, സാലറിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വറീഡ് ആവണ്ട. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു 6 മാസമൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1.5 ലക്ഷം രൂപയൊക്കെയാണ് പുറത്ത് ഫീസ് വരുന്നത്. നമ്മളത് 85,000-നാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പൈസ നിങ്ങൾ എനിക്ക് തന്നോളൂ, 85,000 രൂപ എനിക്ക് ഫീസ് അടയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് 5,000 അല്ലെങ്കിൽ 10,000 കിട്ടുകയുള്ളെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുക. നിങ്ങൾക്കൊരു 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചിലവ് കാശ് എന്ത് ചെയ്യുകയാണ്, കിട്ടുവാണ്. ഇനി അത് പോരാ, എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചിട്ട് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്കുള്ളൊരു പൊസിഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 6 മാസത്തെ കോഴ്സിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ജോലിയാണ് അത്യാവശ്യമെങ്കിൽ ഈ പറയുന്ന 3 വർഷത്തെ, നമുക്ക് 3 വർഷവും കിട്ടണം കേട്ടോ, 3 വർഷവും കിട്ടണം. പിന്നെ 1 മാസം നമ്മുടെ അടുത്ത് ഇൻറ്റേൺഷിപ്പായിട്ട് ഒരു 1 month നമുക്ക് കിട്ടുകയും ചെയ്താൽ അത് വെച്ചിട്ട് കുട്ടികൾക്ക് ജോലിക്ക് കയറാം. ഒരുപാട് സാലറി നമ്മൾ അക്കൗണ്ട്സിൽ പ്രതീക്ഷിക്കരുത് സ്റ്റാർട്ടിങ്ങിൽ. കാരണം അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രായം കൂടുന്തോറും സാലറി കൂടുന്ന ഏക തൊഴിലുകളിൽ ഒന്നാണ് അക്കൗണ്ടിങ്. നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാലറി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ മറ്റ് പല ജോലികളിലും നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറവാണെന്നേ ഉള്ളൂ. നിങ്ങൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സാലറി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാം. ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഞാനൊക്കെ ഇവിടെ നിന്നല്ലേ വർക്ക് ചെയ്യുന്നത്, കേരളത്തിലിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ജീവിക്കാനുള്ള, അതിൽ കൂടുതൽ സമ്പാദിക്കാനുള്ളതും കൂടെ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. വാങ്ങിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം കുട്ടികൾ പഠിച്ചതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ BCom, MCom, MBA ഒക്കെ പഠിച്ചിട്ടല്ലേ ഞങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചുമ്മാ പറയുന്നതല്ല, ഞങ്ങൾ ഏൺ ചെയ്തിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീഷണർ ആവാനുള്ള ലൈസൻസും എടുത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ ലൈസൻസ് എടുത്ത് വെച്ചോളൂ, നിങ്ങളൊരു 10 കൊല്ലമോ 15 കൊല്ലമോ ഒക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പറയാമല്ലോ, ഞാൻ 2025 മുതൽ എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറയും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ 2018 GST വന്നതിന് ശേഷമാണ് പ്രാക്ടീഷണർ ലൈസൻസ് എടുക്കുന്നത്. കാരണം എനിക്കറിയില്ലായിരുന്നു പണ്ട് സെയിൽ ടാക്സിലും ഇതേ സെയിൽ ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നും അതിന് ലൈസൻസ് കിട്ടുമെന്നും നമുക്കറിയില്ലായിരുന്നു. അറിയാമെന്നെങ്കിൽ നമുക്ക് അന്ന് എടുത്തു വെക്കാമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് കുട്ടികളോട് പറഞ്ഞു, ഇന്നിപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾ എടുത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കോൺഫിഡൻസ് വരുന്ന സമയത്ത് നമുക്ക് അന്നേരം തുടങ്ങിയാൽ മതി. നിങ്ങളിത് എടുത്തു വെക്കുക. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 17 വർഷങ്ങളായിട്ട് GST പരിശീലകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ആൻ്റണി ജോസഫ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം.